സംഭവബഹുലമായ ഒരു ജീവിതകഥയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റേത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ അതിശക്തനായിട്ടുള്ള ഒരു നേതാവായി വളർന്നു വരുന്ന ആ കാലഘട്ടത്തിൽ അതേ ജർമ്മനിയിൽ തന്നെ ഉണ്ടായിരുന്ന ജൂതമതത്തിൽപ്പെട്ട ഒരു ഗവേഷകൻ, ഒരു ശാസ്ത്രജ്ഞൻ, അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതൊരു അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ്. ലോകം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ശാസ്ത്ര തിയറികളും ശാസ്ത്ര സമവാക്യങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചു. ആ കാലഘട്ടത്തിൽ നിരവധി ഗവേഷകർ തന്നെ കരുതിയിരുന്നത് ഇതൊക്കെ മണ്ടത്തരങ്ങളാണെന്നാണ്. അവർ അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. ഒടുവിൽ അവർക്ക് തന്നെ പറയേണ്ടി വന്നു, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഗവേഷകൻ അത് മറ്റാരുമല്ല, അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന്. നിരവധി പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരാളോടല്ല നിരവധി പേരോട്. അതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. വളരെ സംഭവബഹുലമായിട്ടുള്ള ആ ഒരു ജീവിത കഥയിലേക്ക് നമ്മൾ എത്തി നോക്കാൻ ശ്രമിക്കുകയാണ്. ഈ കഥ ആരംഭിക്കുന്നത് 1874 മാർച്ച് മാസം 14-ാം തീയതിയാണ്. ജർമ്മനിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്താണ് അദ്ദേഹം അന്ന് ജനിച്ചു വീഴുന്നത്. പക്ഷേ പിന്നീടുള്ള കാലങ്ങളിൽ അദ്ദേഹം അവിടെ അല്ല കഴിച്ചു കൂട്ടിയത്. ജർമ്മനിയിലെ തന്നെ കുറച്ചുകൂടെ തിരക്കേറിയ മ്യൂണിച്ച് പട്ടണത്തിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി അവിടേക്ക് പറിച്ചു നടപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛന് അവിടെ കുറെ കൂടെ മികച്ച രീതിയിലുള്ള ഒരു ജോലി ലഭ്യമാവുകയായിരുന്നു. ഒരു ഇലക്ട്രോ കെമിക്കൽ പ്ലാന്റ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം സുഖകരമായിട്ട് തന്നെ പോവുകയായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് 5-ാമത്തെ വയസ്സിൽ ഒരു അസുഖം പിടിപെടുന്നുണ്ട്. അതിനെ തുടർന്ന് അദ്ദേഹം കുറച്ചുനാൾ കിടപ്പിലുമായിരുന്നു. മകൻ്റെ ഈ കിടപ്പ് കണ്ട് സഹിക്കാൻ വയ്യാതെ ഹെർമാൻ അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കുകയുണ്ടായി. കൊച്ച് ഐൻസ്റ്റീൻ അദ്ദേഹം കൊടുത്ത വിചിത്രമായിട്ടുള്ള ഒരു സമ്മാനം ഒരു ചെറിയ പെട്ടിയാണ്. ഐൻസ്റ്റീന് അത് വളരെയധികം കൗതുകകരമായിട്ട് തോന്നി. കാരണം ആ പെട്ടിയുടെ ഉള്ളിൽ ഒരു നീഡിലുണ്ട്. എവിടേക്ക് തിരിച്ചാലും നീഡിൽ ഉത്തരഭാഗത്തേക്ക് അല്ലെങ്കിൽ നോർത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിൽക്കുന്നതാണ്. ഐൻസ്റ്റീന് അത് വലിയ കൗതുകം തന്നെയാണ് സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ് ഈ നീഡിൽ നോർത്തിലേക്ക് തന്നെ തിരിയുന്നത്? അതിൻ്റെ പിന്നിൽ അദൃശ്യമായിട്ടുള്ള എന്തോ ഒരു ശക്തിയുണ്ട്, നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വിചിത്രമായിട്ടുള്ള ഒരു ശക്തി. ഈ ചിന്ത തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ ലോകമറിയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു ഗവേഷകനാക്കി മാറ്റിയത്. ഈ ചിന്ത ഒരു തുടക്കം മാത്രമായിരുന്നു. ശാസ്ത്രപരമായിട്ട് ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ആ കഴിവ് ശരിക്കും ആരംഭിക്കുന്നത് ഈ ഒരു കോമ്പസിൽ നിന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഐൻസ്റ്റീൻ മറ്റ് ഗവേഷകരെ പോലെ ആയിരുന്നില്ല. ചെറിയ പ്രായങ്ങളിൽ മറ്റ് പല ഗവേഷകരും ഒരു പ്രോഡിജി ആയിരുന്നു. പ്രോഡിജി എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള ബുദ്ധി പ്രകടിപ്പിക്കുന്ന കുട്ടികളെയാണ്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീനിൽ അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊന്നും നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 5 വയസ്സായതിനു ശേഷം മാത്രമാണ് ഒരു സെൻറ്റൻസ് പൂർണ്ണമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് തന്നെ ഐൻസ്റ്റീൻ ഉണ്ടായത്. പക്ഷേ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ആരംഭിച്ചതോടുകൂടി സയൻസിലും മാത്സിലുമുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം എല്ലാവരും തിരിച്ചറിയുകയായിരുന്നു. കാത്തലിക് എലമെൻ്ററി സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ റൂമർ തന്നെ പരക്കുന്നുണ്ട്, ഐൻസ്റ്റീന് ഗണിതശാസ്ത്രത്തിൽ വലിയ പിടിയൊന്നുമില്ല എന്ന്. അത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സയൻസിലും പ്രത്യേകിച്ച് ഫിസിക്സിലും മാത്സിലുമൊക്കെ ഗവേഷണങ്ങൾ നടത്തുന്ന വ്യക്തികൾ മാത്സിൽ അഗ്രഗണ്യരായിരിക്കും. പക്ഷേ ഐൻസ്റ്റീൻ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള ഗവേഷകരിൽ വെച്ച് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വന്നു പോയിട്ടുള്ള നിരവധി ഗവേഷകരുണ്ട്. അവരൊക്കെ അദ്ദേഹത്തെക്കാൾ മാത്സിൽ കുറച്ചുകൂടി ബുദ്ധിശാലികളായിരുന്നു എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഗവേഷകരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഐൻസ്റ്റീൻ്റെ ഏറ്റവും വലിയ ശക്തി മാത്സ് അല്ല, അദ്ദേഹത്തിൻ്റെ ശക്തി തിയററ്റിക്കൽ ഫിസിക്സ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മാത്സ് വരുന്നുണ്ട്. പക്ഷേ മറ്റ് ഗവേഷകരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ധാരണ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ധാരണയാണ് പലരും തെറ്റിദ്ധരിച്ച് ഐൻസ്റ്റീൻ മാത്സിൽ ഒട്ടും തന്നെ വിദഗ്ധനല്ല എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് വളരെ വളരെ മികച്ച ഒരു മാത്തമെറ്റീഷ്യൻ തന്നെയാണ്. സ്കൂളിൽ നന്നായി പഠിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതം നല്ല രീതിയിലൊന്നുമല്ല മുന്നോട്ട് പോയിരുന്നത്. കാരണം ആ സ്കൂളിൻ്റെ സ്വഭാവം തന്നെയാണ്. കാണാതെ എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് ആ സ്കൂൾ പിന്തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് ഒരു സമവാക്യം കുട്ടികൾ പഠിക്കണമെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ ഉറക്കെ ആ സമവാക്യം ആവർത്തിച്ച് പറയുന്നതാണ്. അധ്യാപകൻ പറയുന്നതിനോടൊപ്പം തന്നെ കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അത് ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണാതെ പഠിക്കുക, അങ്ങനെ കാണാതെ പഠിക്കാനുള്ള ഒരു വേദിയായിട്ട് പോലും ആ സ്കൂൾ അങ്ങനെ കരുതി പോന്നിരുന്നതാണ്.
അത്തരത്തിലുള്ള ഒരു പഠന രീതിയോട് ഒട്ടും തന്നെ യോജിക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീന് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് കാര്യങ്ങളെ ഇമാജിൻ ചെയ്യാൻ സാധിക്കണമായിരുന്നു. സയൻസിലെ എല്ലാ തിയറിക്കും ഉള്ളിൽ ഒരു മാത്സ് ഉണ്ട്. ആ മാത്സിനെ അതുമായി ബന്ധിപ്പിച്ച് അവിടെ ഇമാജിനേഷൻ വർക്കൗട്ട് ചെയ്യുന്നതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ രീതി. ഇതിൻ്റെ പേരിൽ അധ്യാപകരുമായിട്ട് അദ്ദേഹം ഉടക്കുക പോലും ഉണ്ടായി. അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പിതാവായ ഹെർമാനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. തൻ്റെ മകൻ ഒട്ടും തന്നെ ബഹുമാനം ഇല്ലാതെയാണ് അധ്യാപകരോട് സംസാരിക്കുന്നത്, പഠന രീതി തന്നെ തെറ്റാണെന്നൊക്കെയാണ് മകൻ പറയുന്നതെന്നൊക്കെ പ്രിൻസിപ്പൾ അന്ന് അച്ഛനോട് പറയുന്നുണ്ട്. ഹെർമാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്നും വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഐൻസ്റ്റീനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒടുവിൽ ആ ദേഷ്യം ഒരു ഉപദേശമായി മാറുകയും ചെയ്തു. അനുസരണയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. അധ്യാപകർ എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ രീതികളെല്ലാം കൃത്യമാണ്. അവർ അധ്യാപകരായിരിക്കുന്നത് അവർക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരോട് തർക്കിക്കാൻ നിൽക്കണ്ട, അവർ പറയുന്നത് അതേപടി അനുസരിക്കുക എന്നാണ് ഐൻസ്റ്റീനോട് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഐൻസ്റ്റീന് പറയാനുണ്ടായിരുന്നത് ഫിസിക്സിനെ കുറിച്ചും സയൻസിനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു. ഇത് ഹെർമാൻ ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല. ഇപ്പം എന്തായാലും ഇതൊരു മികച്ച അവസരമാണ്. ഈ അവസരത്തിൽ താൻ കുറച്ചു നാളായി മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മകനെ അറിയിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഇറ്റലിയിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ്. എന്നേക്കുമായിട്ടുള്ള ഒരു യാത്ര. ഇനി ജർമ്മനിയിലേക്ക് ഒരു മടങ്ങിവരവില്ല. തൻ്റെ കുടുംബത്തെ അപ്പാടെ അദ്ദേഹം ഇറ്റലിയിലേക്ക് പറിച്ചു നടാൻ പോവുകയാണ്. പക്ഷേ ഐൻസ്റ്റീന് 2 വർഷം കൂടി അവിടെ തുടരേണ്ടതായിട്ടുണ്ട്. ഐൻസ്റ്റീനെ കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. ഈ കാര്യമായിരുന്നു ഐൻസ്റ്റീനോട് പറയാനുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോൾ ഐൻസ്റ്റീൻ ചോദിച്ചത്, അച്ഛന് നല്ലൊരു ബിസിനസ് ഇവിടെ ഉണ്ടല്ലോ, അത് ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് ഇറ്റലിയിലേക്ക് പോകുന്നത്? അപ്പോൾ അച്ഛൻ പറയുന്നത്, ഇറ്റലിയിൽ ആ ബിസിനസ്സിന് കുറേ കൂടെ സാധ്യതകളുണ്ട്. അതിനും ഉപരിയായിട്ട് ഇവിടെ എനിക്ക് വലിയ കടബാധ്യതയാണ് ഉള്ളത്. ഇവിടെ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ നിന്നെ എനിക്കിപ്പം ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കുന്നതുമല്ല. 2 വർഷം കൂടി കഴിഞ്ഞാൽ നിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ ജീവിതം അവസാനിക്കുന്നതാണ്. സ്കൂളിൽ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ ഇറ്റലിയിലെ മികച്ച ഒരു സർവകലാശാലയിൽ നിനക്കൊരു വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിന്നെ ഒരു എൻജിനീയർ ആക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെന്ന് കൂടി അച്ഛൻ പറയുന്നുണ്ട്. ഇത് ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഐൻസ്റ്റീൻ അത്രമാത്രം കുടുംബവുമായിട്ട് ചേർന്നിരുന്ന ഒരു വ്യക്തിയാണ്. കുടുംബമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. 2 വർഷം മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. അതിനുശേഷം അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഇറ്റലിയിൽ മിലാനിൽ സുഖകരമായിട്ട് ജീവിക്കാമെന്നൊക്കെ അയാൾക്കറിയാം. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ആ 2 വർഷം എന്ന് പറയുന്നത് 2 യുഗങ്ങൾക്ക് സമാനമായിരുന്നു. അമ്മയ്ക്കും അനിയത്തിക്കും വലിയ വിഷമം തന്നെ ഉണ്ടായിരുന്നു. അവരത് ഐൻസ്റ്റീനോട് മറച്ചു വയ്ക്കുകയുണ്ടായില്ല. ആ വിഷമങ്ങളൊക്കെ തന്നെയും പ്രകടിപ്പിക്കുകയുണ്ടായി. വളരെ വികാരപരമായിട്ടുള്ള ഒരു വേർപെടലാണ് പിന്നീട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവർ യാത്ര തിരിക്കുകയാണ്. യാത്ര തിരിക്കുന്നതിന് മുൻപ് കുറേയധികം നേരം അമ്മ കുഞ്ഞ് ഐൻസ്റ്റീനെ നോക്കി നിൽക്കുകയുണ്ടായി. അവർ പരസ്പരം സംസാരിക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് എത്തിച്ചേരുക, നമുക്ക് ഒന്നിച്ച് സുഖകരമായിട്ട് അവിടെ കഴിഞ്ഞു പോകാം, അവിടെ നിനക്ക് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാം, ജോലി സ്വന്തമാക്കാം. ഇതൊക്കെ പറഞ്ഞ് ഐൻസ്റ്റീനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ മനസ്സ് ഒട്ടും തന്നെ ആശ്വാസം കണ്ടെത്തുന്നില്ല. അയാളുടെ മനസ്സിൽ ഒരു തീ കോരിയിട്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മാതാപിതാക്കൾ അയാളെ ഉപേക്ഷിച്ച് ഇറ്റലിയിലേക്ക് പോയതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഡിപ്രഷനാണ് ഐൻസ്റ്റീന് നേരിടേണ്ടി വന്നത്. സ്കൂളുമായിട്ട് ഒട്ടും തന്നെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നുമില്ല. സ്കൂളിൽ അയാൾ പലപ്പോഴായിട്ട് ഉടക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വിദ്യാർത്ഥികളുമായിട്ടല്ല, അധ്യാപകരുമായിട്ടാണ് ഉടക്കുകൾ ഉണ്ടാക്കുന്നത്. ശരിക്കും അത് കരുതിക്കൂട്ടിയുള്ള ഉടക്കുകളൊന്നുമല്ല. ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളാണ്, പ്രത്യേകിച്ചും ഫിസിക്സും സയൻസും ഒക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ. ആ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് അധ്യാപകർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ ആ അധ്യാപകർ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പാടെ കേൾക്കുക, അത് അതേപടി കാണാതെ പഠിക്കുക, എക്സാമിന് അത് പകർത്തി വയ്ക്കുക. അല്ലാതെ ഇപ്രകാരം ചോദ്യങ്ങൾ ചോദിക്കുന്നതൊന്നും അവർക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. വീട്ടുകാരിൽ നിന്നുമുണ്ടായ ഈ ഒറ്റപ്പെടലും അതുപോലെ സ്കൂളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഈ പ്രതിസന്ധികളുമൊക്കെ ഐൻസ്റ്റീനെ വലിയ രീതിയിൽ തളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ സ്വയം ഒരു രോഗിയായിട്ട് മാറുകയാണ്. രോഗമൊന്നും അയാൾക്കില്ല, പക്ഷേ സ്വയം ഒരു രോഗിയാണെന്ന് അഭിനയിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടറിനെ നേരിൽ പോയി കാണുന്നുണ്ട്.
ഡോക്ടർ എത്ര തന്നെ പരിശോധിച്ചിട്ടും ഐൻസ്റ്റീൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തനിക്കൊരു രീതിയിലുള്ള അസുഖവുമില്ല, പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണ്, ധൈര്യമായിട്ട് സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഡോക്ടർ കൊടുക്കുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ ആവശ്യപ്പെടുന്നത് ഒരു ലെറ്ററാണ്, ഒരു സർട്ടിഫിക്കറ്റാണ്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. സ്കൂളിൽ പഠിക്കാനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ഫിറ്റ്നസ് തനിക്കില്ല എന്നുള്ള ഒരു ലെറ്റർ തരണമെന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത്, നിനക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല, നിൻ്റെ ആരോഗ്യം പൂർണ്ണമാണ്, തൃപ്തികരമാണ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറുന്നതാണ്, അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നതിൻ്റെ ചില വിഷമങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഐൻസ്റ്റീൻ്റെ നിർബന്ധത്തെ തുടർന്ന് ഒടുവിൽ അയാൾക്ക് അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വന്നു. ആ സർട്ടിഫിക്കറ്റ് കൊടുത്തതോടുകൂടി സ്കൂളിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഐൻസ്റ്റീന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഐൻസ്റ്റീൻ ആ സർട്ടിഫിക്കറ്റും വാങ്ങി ഒരു സർപ്രൈസ് എന്ന വണ്ണം നേരെ ഇറ്റലിയിലെ മിലാനിലേക്ക് യാത്ര തിരിക്കുകയാണ്. മിലാനിലുള്ള മാതാപിതാക്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ വന്ന് അയാൾ ഡോറിന് തട്ടുകയുണ്ടായി. ആ തട്ടൽ ശബ്ദം കേട്ടപ്പോൾ ഒരിക്കലും വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മാതാപിതാക്കൾ കരുതിയിരുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന്. ഡോറ് തുറക്കുന്നത് ഹെർമാനാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ഹെർമാൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. മകൻ ഇവിടെ മുൻപിൽ നിൽക്കുന്നു. ഈ സമയത്ത് അവൻ അങ്ങ് ജർമ്മനിയിൽ സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഹെർമാൻ ഐൻസ്റ്റീനോട് ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നീ സ്കൂളിൽ പോകാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി ഐൻസ്റ്റീൻ പറയുന്നത്, എനിക്ക് ആ സ്കൂളിൽ തുടർന്ന് പോകാൻ സാധിക്കുകയില്ല, നിങ്ങളില്ലാത്ത ജർമ്മനിയിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല, ഞാൻ ഇവിടെ തന്നെയുള്ള സൂറിച്ച് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഹെർമാൻ ഒരു അത്ഭുതമായിട്ടാണത് തോന്നിയത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്ത നിനക്ക് എങ്ങനെയാണ് സൂറിച്ച് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക? സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിജയിച്ചാൽ മാത്രമേ അവിടെ നിന്നെ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. അതിന് മറുപടി ഉണ്ടായിരുന്നു ഐൻസ്റ്റീന്. അവിടെ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും അഡ്മിഷൻ കിട്ടും, അതിന് അവരുടെ എൻട്രൻസ് മാത്രം പാസ്സായാൽ മതി എന്നാണ് ഐൻസ്റ്റീൻ വാദിച്ചത്. ഹെർമാന് വേറൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷമാണ് ഉണ്ടായിരുന്നത്. ഐൻസ്റ്റീൻ അനുഭവിച്ചതുപോലുള്ള വ്യാകുലത ഹെർമാനും അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾ അതങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ അമ്മയും അനിയത്തിയും അവരുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ ഉണ്ടായി. അവർക്ക് വലിയ സന്തോഷമായി, അവർക്ക് വലിയ ആശ്വാസമായി. ഐൻസ്റ്റീൻ വീണ്ടും അവരുടെ ഒപ്പം വസിക്കാൻ പോവുകയാണ്. പിന്നീടുള്ള കുറച്ച് നാൾ അദ്ദേഹം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. നിരന്തരമായിട്ടുള്ള പഠനങ്ങൾ തന്നെയാണ്. ഫിസിക്സും മാത്സും തന്നെയാണ് അയാൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ തീർച്ചയായിട്ടും അയാൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് എന്ന ഒരു കോഴ്സിന് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി എടുക്കാൻ വേണ്ടിയാണ്. അതിന് തീർച്ചയായിട്ടും മാത്സിൻ്റെ സഹായവും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിന് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി അയാൾ ശക്തമായി പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പഠനത്തിൻ്റെ തന്നെ ആവശ്യമില്ല. സർവകലാശാല തലത്തിൽ തന്നെ പഠിപ്പിക്കുന്ന പല പുസ്തകങ്ങളും ഇപ്പോൾ തന്നെ ഐൻസ്റ്റീൻ റെഫർ ചെയ്തിട്ടുണ്ട്. കാരണം ശാസ്ത്രത്തോട് അടക്കാനാവാത്ത ഒരു അധിനിവേശമാണ് ആ വ്യക്തിക്കുള്ളത്. ഒടുവിൽ ആ എൻട്രൻസ് എക്സാമിൻ്റെ ദിവസം എത്തി. അയാൾ അല്പം ഭയത്തോടു കൂടി തന്നെയാണ് ആ എൻട്രൻസ് എഴുതാനായിട്ട് പോയത്. കാരണം എന്തെങ്കിലും കാരണവശാൽ ഈ എൻട്രൻസ് പാസ്സാകാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ അച്ഛനോട് തനിക്ക് എന്താണ് പറയേണ്ടി വരിക? ഇതോർത്തപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഭയം അയാളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. ആ ഭയത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അയാൾ എക്സാം ഹാളിലേക്ക് എത്തിച്ചേർന്നു. ആ ഹാളിൻ്റെ ഉള്ളിൽ തൻ്റെ ഇരിപ്പിടത്തിൽ അയാൾ അമർന്നിരുന്നു. ചുറ്റുപാട് നോക്കി. ഒരുപാട് പേരുണ്ട്, പക്ഷേ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടുക. ഐൻസ്റ്റീന് തൻ്റെ ബുദ്ധിശക്തിയിൽ ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് ഇവരെയൊക്കെ അതിജീവിച്ച് മുന്നിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ്. ഒടുവിൽ ചോദ്യപേപ്പർ കിട്ടി. അത് ഒരു സെറ്റ് ചോദ്യപേപ്പർ ആയിരുന്നു. ചോദ്യപേപ്പർ കണ്ടപ്പോൾ ശരിക്കും കണ്ണു തള്ളിപ്പോവുകയായിരുന്നു ഐൻസ്റ്റീൻ്റേത്. കാരണം ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ തന്നെയും ഫിസിക്സുമായിട്ടോ മാത്സുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതിൻ്റെ ഏറ്റവും മുകളിൽ പൊളിറ്റിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഓരോ പേജുകളായിട്ട് മറിച്ച് നോക്കാൻ തുടങ്ങി. പൊളിറ്റിക്സ് ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയൊന്നും ഐൻസ്റ്റീനില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഫിസിക്സും മാത്സും ഉണ്ട്. ഫിസിക്സും മാത്സും കണ്ടപ്പോൾ അയാൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ആ ക്വസ്റ്റ്യനൊക്കെ അദ്ദേഹം അറ്റൻഡ് ചെയ്യാനും തുടങ്ങി. പക്ഷേ ബാക്കിയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യമാകുന്നില്ല. പക്ഷേ ഫിസിക്സിനും മാത്സിനും വളരെ ഉയർന്ന മാർക്ക് തന്നെ കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന്
ഐൻസ്റ്റീന് ഉറപ്പുണ്ടായിരുന്നു. എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ടെൻഷൻ ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു. ഒടുവിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ദിവസമെത്തി. അയാൾ നേരെ സൂറിച്ച് പോളിടെക്നിക്കിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ കുറേ അധികം നേരം അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഒരു വിളി വന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് വിളിക്കുന്നു. ആ ഹെഡിന് ഐൻസ്റ്റീനെ ഒന്ന് കാണണം. ഐൻസ്റ്റീൻ അല്പം ഭയത്തോടുകൂടി എന്നാൽ കൂടുതൽ താല്പര്യത്തോടുകൂടി തന്നെ ആ മുറിയിലേക്ക് എത്തിച്ചേരുകയാണ്. മുറിക്കുള്ളിൽ ഐൻസ്റ്റീൻ കാണുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള പ്രൊഫസറായ വെബറിനെയാണ്. പ്രൊഫസർ വെബർ വളരെ പ്രശസ്തനാണ്. ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ പേപ്പറുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വെബർ പ്രസിദ്ധീകരിച്ചിരുന്ന ഹീറ്റ് കണ്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേപ്പർ വളരെയധികം പ്രശസ്തവുമായിരുന്നു. ഐൻസ്റ്റീൻ വെബറിനെ കണ്ടപ്പോൾ തന്നെ താൻ ആ പേപ്പറുകൾ വായിച്ചിട്ടുണ്ട്, തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, താങ്കളെപ്പോലുള്ള അധ്യാപകരുടെ കീഴിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യാൻ വളരെയധികം താല്പര്യമുണ്ടെന്നൊക്കെ ഐൻസ്റ്റീൻ പറയുകയുണ്ടായി. വെബർ ഐൻസ്റ്റീനെ ഒന്ന് സൂക്ഷിച്ചു തന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഫിസിക്സിലും മാത്സിലും ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് നിങ്ങളാണ്. അതെങ്ങനെയാണ് സാധ്യമായത്? നിങ്ങൾ സ്കൂളിൽ കൂടുതലായിട്ടും ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെബർ ചോദിക്കുന്നത്. ഐൻസ്റ്റീൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, സ്കൂൾ ജീവിതം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ല, എനിക്ക് സാധിക്കുമായിരുന്നില്ല, ഞാൻ തനിയെയാണ് ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചത്. വെബറിന് അത് കേട്ടപ്പോൾ ഒരല്പം അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. കാരണം സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് നല്ല മാർക്ക് മേടിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പലർക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അത്രയും തന്നെ മാർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഫിസിക്സിനും മാത്സിനും ഒഴിച്ചുള്ള ബാക്കി സബ്ജക്റ്റുകൾക്കൊന്നും കാര്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ഐൻസ്റ്റീന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് വെബർ പറഞ്ഞത്. ഐൻസ്റ്റീന് അത് കേട്ടപ്പോൾ ഒരു ഇടുത്തി വന്ന് പതിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടത്. തൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് വന്ന് പരക്കുന്നതായിട്ട് അയാൾക്ക് തോന്നി. താൻ തൻ്റെ അച്ഛനോട് എന്താണ് ഇനി പറയുക? അച്ഛനവിടെ കാത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയാണ്. അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന്, എക്സാം വളരെ എളുപ്പമായിട്ട് എഴുതാൻ സാധിച്ചുവെന്ന് അച്ഛനെ ധരിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, പുറത്തായി എന്നൊക്കെ അച്ഛനോട് പറഞ്ഞാൽ എന്തായിരിക്കും അച്ഛൻ്റെ മറുപടി? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കുഞ്ഞ് ഐൻസ്റ്റീന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഐൻസ്റ്റീൻ വെബറിനോട് അപേക്ഷിക്കാൻ തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അഡ്മിഷൻ വേണം. ലിറ്ററേച്ചറും ഫ്രഞ്ചും ഒന്നും എനിക്ക് ആവശ്യമില്ല, കാരണം ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് ആണ്. അവിടെ എനിക്ക് മാത്സ് മാത്രം ഒരു ടൂളായിട്ട് മതി. അതിന് ഞാൻ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എന്തായാലും എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷേ അങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ പോളിടെക്നിക്കിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ പേപ്പറുകളും എഴുതി പാസ്സാകാത്ത ഒരാളെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ വെബറിന് ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഐൻസ്റ്റീന് വേണമെങ്കിൽ അവിടുത്തെ ക്ലാസ്സുകളൊക്കെ തന്നെയും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വേണമെങ്കിൽ ലാബിലും പ്രവേശിക്കാം, ചില എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യാനും കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. അതിനുപരിയായിട്ട് ഒന്നും സാധിക്കുകയില്ല. പക്ഷേ ഐൻസ്റ്റീൻ അതല്ല വേണ്ടത്. ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് വെബറിനെ പോലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രൊഫസറായി മാറുക, ഒരു സയൻറ്റിസ്റ്റായി മാറുക എന്നതാണ്. അതിന് തീർച്ചയായിട്ടും ഒരു ഡിഗ്രിയും PhDയും കൂടിയേ തീരൂ. ഇത് വെബറിനോട് പറയുന്നുണ്ട്. അപ്പോൾ വെബർ നിർദ്ദേശിക്കുന്നത് അടുത്ത വർഷം വീണ്ടും ഒന്നുകൂടി എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയാണ്. ഒരു സ്കൂളും പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ നിന്നും 50 കിലോമീറ്ററുകൾ മാറി ഒരു സ്കൂളുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം. ഉയർന്ന മാർക്ക് കരസ്ഥമാക്കി അവിടെ നിന്നും വിജയിച്ച് ഇവിടേക്ക് വരാം. ഇവിടെ പക്ഷേ എൻട്രൻസ് എഴുതണം. പക്ഷേ ആ സ്കൂൾ പഠിച്ചിട്ടുള്ള അറിവ് ഉപയോഗിച്ച് വളരെ അനായാസമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എഴുതി ഇവിടെ കയറാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാവരും തോറ്റു പോകുന്നത് ഫിസിക്സിനും മാത്സിനുമാണ്. ആ വിഷയങ്ങളൊക്കെ നല്ല മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ട്. അവശേഷിക്കുന്ന വിഷയങ്ങൾ പാസ്സാകുക നിങ്ങൾക്ക് അത്ര വലിയ പ്രയാസമുള്ള ഒരു കാര്യമൊന്നും ആയിരിക്കുകയില്ല. വെബറിൻ്റെ ഈ ഒരു നിർദ്ദേശം ഐൻസ്റ്റീനെ സംബന്ധിച്ച് അത് സ്വീകാര്യം തന്നെ ആയിരുന്നു. അച്ഛനോട് ഇത് പറയുകയും അച്ഛൻ ഐൻസ്റ്റീനെ സ്വിറ്റ്സർലൻഡിലേക്ക് അയക്കുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡിൽ ഐൻസ്റ്റീൻ്റെ അങ്കിളുണ്ട്, യാക്കൂബ് എന്നാണ് അയാളുടെ പേര്. യാക്കൂബ് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ വ്യക്തി ഐൻസ്റ്റീനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുമുണ്ട്. ഐൻസ്റ്റീനെ ഒരു മോഡേൺ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സിറ്റിസൺ ആക്കി മാറ്റുന്നതിൽ യാക്കൂബിൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. യാക്കൂബിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അല്ലെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് തന്നെയാണ് ഐൻസ്റ്റീൻ പോകുന്നത്. അവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർന്ന് കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കുക,
ഫ്രഞ്ചിലും ലിറ്ററേച്ചറിലും സുവോളജിയിലും ബോട്ടണിയിലുമൊക്കെ നല്ല മാർക്ക് മേടിക്കുന്ന രീതിയിലേക്ക് വളരുക. ഈ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേരുമ്പോഴാണ് അതിസുന്ദരിയായ മരിയെ കാണുന്നത്. യാക്കൂബിന് ഒരുപാട് മക്കളുണ്ട്. ആ മക്കൾ ഒരുവളാണ് മറി. മറിയയ്ക്കും ഐൻസ്റ്റീനും ആദ്യ കാഴ്ചയിൽ തന്നെ പരസ്പരം ഇഷ്ടമാകുന്നുണ്ട്. പക്ഷേ ആ ഇഷ്ടം അവർ വെളിയിൽ പറയുന്നില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഇഷ്ടമുണ്ടായിരുന്നു. അവർ ആദ്യം മികച്ച സുഹൃത്തുക്കളായി തന്നെ മാറുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ സ്കൂളിൽ ആദ്യ ദിവസം അല്പം ഭയത്തോടു കൂടി തന്നെയാണ് ഐൻസ്റ്റീൻ എത്തിച്ചേരുന്നത്. കാരണം തൻ്റെ കഴിഞ്ഞ സ്കൂളിൽ വളരെ മോശമായിട്ടുള്ള പല അവസ്ഥകളും നേരിടേണ്ടി വന്നിരുന്നു. ഇവിടെയും അത്തരത്തിലുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ക്ലാസ് ഫിസിക്സിലുള്ള ഒരു ക്ലാസ് തന്നെയാണ്. ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ തിയറിയെക്കുറിച്ചാണ് അന്ന് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ എപ്പോഴോ ഐൻസ്റ്റീന് ഇടപെടേണ്ടി വന്നു. ന്യൂട്ടൻ്റെ തിയറിയിൽ ഗ്രാവിറ്റിയെക്കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഗ്രാവിറ്റി, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് മാത്രം പ്രതിപാദിക്കുന്നില്ല. കാരണമില്ലാതെ ഒരു ശാസ്ത്രമില്ല. എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കും, ഒരു പ്രക്രിയ ഉണ്ടായിരിക്കും, ഒരു പ്രതിഭാസം ഉണ്ടായിരിക്കും. ആ പ്രതിഭാസം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ന്യൂട്ടൻ്റെ തിയറിയിൽ അത്തരത്തിലുള്ള പ്രതിഭാസം ഇല്ല എങ്കിൽ ന്യൂട്ടൻ്റെ തിയറി തെറ്റാണെന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഗ്രാവിറ്റി? ഇത് പറഞ്ഞതിന് ശേഷം ഐൻസ്റ്റീൻ പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന് സ്വയം ചിന്തിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഴയ സ്കൂളിൽ പറയുമ്പോൾ അധ്യാപകരുടെ പക്കൽ നിന്നും വലിയ രീതിയിലുള്ള ശകാരമാണ് അയാൾക്ക് നേരിടേണ്ടി വരിക. മാതാപിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്താറുമുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. പക്ഷേ അധ്യാപകനിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ഐൻസ്റ്റീൻ ഉണ്ടായത്. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങൾ ചില വാസ്തവമൊക്കെ ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വർഷം ഐൻസ്റ്റീനെ പഠിപ്പിക്കുന്നത് അത് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നായിരുന്നു അധ്യാപകരുടെ മറുപടി. ഇത് കേട്ട ഐൻസ്റ്റീന് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് ഉണ്ടായിരുന്നത്. താൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്കൂൾ ജീവിതം തനിക്ക് ലഭ്യമായിരിക്കുന്നു. ശരിക്കും മനോഹരമായിട്ടുള്ള ഒരു സ്കൂൾ തന്നെയായിരുന്നു അത്. ഐൻസ്റ്റീൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് അവർ ശാസ്ത്രം പഠിപ്പിച്ചത്. എല്ലാ കാര്യങ്ങളും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രം അങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യം തന്നെയല്ല. അതിൻ്റെ പിന്നിലെല്ലാം ഗണിതശാസ്ത്രമുണ്ട്. ആ ഗണിതശാസ്ത്രവുമായിട്ട് നമ്മൾ കാണുന്ന പ്രതിഭാസങ്ങളെ ബന്ധിപ്പിച്ചാൽ മതി എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം ആ സ്കൂളിലെ അധ്യാപകരും മനസ്സിലാക്കിയിരുന്നു. അവർ ആ രീതിയിൽ തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. പലപ്പോഴായിട്ട് ആ വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻസ് നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പെരിമെൻസുകളൊക്കെ നടപ്പിലാക്കുമായിരുന്നു. അത് കുട്ടികളെ വലിയ രീതിയിൽ ശാസ്ത്രത്തോട് അടുപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫിസിക്സും മാത്സും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഐൻസ്റ്റീന് ആ സ്കൂളിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല പഠിക്കേണ്ടിയിരുന്നത്. അയാൾക്ക് പഠിക്കേണ്ടിയിരുന്നത് മറ്റു പല സബ്ജക്റ്റുകളുമായിരുന്നു. സുവോളജിയും ബോട്ടണിയും അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും അയാൾക്ക് തോന്നിയില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം ലിറ്ററേച്ചറും ഫ്രഞ്ചും കടുകട്ടിയായിരുന്നു. കാരണം അതിൽ പല കാര്യങ്ങളും ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഐൻസ്റ്റീൻ ഉൾക്കൊണ്ടിട്ടുമില്ല. പക്ഷേ മറി ലിറ്ററേച്ചറിലും ഫ്രഞ്ചിലും അഗ്രഗണ്യായിരുന്നു. അവൾക്ക് പക്ഷേ ഫിസിക്സിനോടോ മാത്സിനോടോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. മറിയാണ് പിന്നീട് ഐൻസ്റ്റീനെ ലിറ്ററേച്ചറും ഫ്രഞ്ചും ഒക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ മറി പഠിപ്പിക്കുന്ന പല സന്ദർഭങ്ങളിലും ഐൻസ്റ്റീൻ സ്വയം ഉറങ്ങിപ്പോകുന്നത് സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതിൽ വലിയ പരിഭവം മറിയയ്ക്കുണ്ടായിരുന്നു. പക്ഷേ പതിയെ പതിയെ അവർ തമ്മിലുള്ള സൗഹൃദം വളർന്നു വലുതാകാൻ തുടങ്ങി. അവർ തമ്മിലുള്ള ആ സൗഹൃദം അത് പ്രണയമായിട്ട് മാറുകയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു ഐൻസ്റ്റീന്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിക്കുന്നു. തനിക്ക് പ്രിയപ്പെട്ട മറി അടുത്തുണ്ട്. ആ മറിയുമായിട്ട് അയാൾ പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ ഐൻസ്റ്റീന് തൻ്റെ ജർമ്മൻ സിറ്റിസൺഷിപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ലെറ്റർ ലഭ്യമാവുകയുണ്ടായി. ഐൻസ്റ്റീന് വലിയ സന്തോഷമായി. കാരണം അയാൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകാതെ ഈ ലോകത്തിൻ്റെ തന്നെ ഒരു പൗരനായിട്ട് അറിയപ്പെടാനാണ് അയാൾ ആഗ്രഹിച്ചത്. ശരിക്കും അതിൻ്റെ പിന്നിൽ യാക്കൂബിൻ്റെ വലിയൊരു സ്വാധീനം തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. യാക്കൂബാണ് ഐൻസ്റ്റീനെ അപ്രകാരം പരുവപ്പെടുത്തി കൊണ്ടുവന്നത്. പിന്നീട് കുറച്ച് അവധി ദിവസങ്ങൾ വന്ന സമയത്ത് അയാൾ തിരികെ മിലാനിലേക്ക് തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. അവരോടൊപ്പം കുറച്ച് ദിവസം ചെലവഴിച്ച് തിരികെ മടങ്ങി വരാനാണ് അയാളുടെ ഉദ്ദേശം.
പക്ഷേ അവിടെ ചില ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു ദിവസം അത്താഴം കഴിക്കുകയായിരുന്നു. അപ്പോൾ അനിയത്തിയാണ് മരിയയെക്കുറിച്ച് ചോദിക്കുന്നത്. മറിയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് വാചാലനാവുകയാണ് ഐൻസ്റ്റീൻ. ഇത് കേട്ടപ്പോൾ ശരിക്കും അമ്മയുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. അമ്മയ്ക്ക് മരിയയെ വളരെ ഇഷ്ടമാണ്. മറി ഐൻസ്റ്റീൻ്റെ ഭാര്യയായിട്ട് മാറുന്നതിൽ അവർക്ക് പൂർണ്ണ സന്തോഷവുമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവർ തമ്മിലുള്ള വിവാഹം നടപ്പിലാക്കണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ആഗ്രഹിക്കുന്നു, അതിനോടൊപ്പം തന്നെ അച്ഛൻ ഇത് നിർബന്ധിക്കുന്നുണ്ട്. അനിയത്തിക്കും വലിയ താല്പര്യം തന്നെയാണ്. പക്ഷേ ഐൻസ്റ്റീന് ഇപ്പോൾ വിവാഹിതനാകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. മറിയെ അയാൾ വലിയ രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ഇപ്പോഴുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അതിനെ ഇപ്പോൾ നടത്തുന്ന വിവാഹം അതൊരു വലിയ തടസ്സമായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി PhD സ്വന്തമാക്കി ഒരു അധ്യാപകനായിട്ട് മാറുക, അതിനുശേഷം മാത്രം വിവാഹിതനായാൽ മതിയെന്നാണ് ഐൻസ്റ്റീൻ്റെ ആഗ്രഹം. പക്ഷേ അധ്യാപകനാവുക എന്നുള്ള ആ ആശയം അത് അച്ഛൻ ഹെർമാന് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. കാരണം ഹെർമാനെ സംബന്ധിച്ചിടത്തോളം മകന് ഒരു മികച്ച ജോലി ഉണ്ടായിരിക്കണം. ഒരു അധ്യാപകനാകാൻ വളരെയധികം പ്രയാസമാണ്. ഒരുപാട് വർഷങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ PhD കൂടാതെ ഒരു അധ്യാപകനാവുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. PhD എടുക്കുക എന്ന് പറയുന്നതും അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ താൻ ഒരു എൻജിനീയർ ആയാൽ മതി, ഈ പോളിടെക്നിക്കിലെ ജീവിതത്തിന് ശേഷം എൻജിനീയറായിട്ട് മാറുക, തൻ്റെ കമ്പനിയിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മികച്ച കമ്പനിയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുക, ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ഹെർമാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ്റെ ഈ ഒരു ആശയത്തെ എതിർക്കുകയാണ് ഹെർമാൻ. അവർ തമ്മിൽ പരസ്പരം ഒരു വഴക്ക് പോലും ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ കലഹിച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ഐൻസ്റ്റീൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നത്. അമ്മയും അനിയത്തിയും തടയുന്നുണ്ട്. പക്ഷേ ഐൻസ്റ്റീൻ അതിനൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഐൻസ്റ്റീൻ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. നേരെ സ്വിറ്റ്സർലൻഡിലെ തൻ്റെ അങ്കിളുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അവിടെ എത്തിച്ചേർന്ന് അധികം വൈകാതെ തന്നെ എൻട്രൻസ് എക്സാമിൻ്റെ സമയമാവുകയാണ് സൂറിച്ച് പോളിടെക്നിക്കിൽ. അയാൾ അവിടെ പോയി പഴയതുപോലെ തന്നെ വീണ്ടും എക്സാമുകൾ എഴുതി. ഇത്തവണയും പൊളിറ്റിക്സിൽ നിന്നും ലിറ്ററേച്ചറിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാനൊന്നും ഐൻസ്റ്റീൻ ആ സമയത്ത് പാകപ്പെട്ടിരുന്നില്ല. എങ്കിൽ പോലും തൻ്റെ അതുവരെ ലഭ്യമായിട്ടുള്ള അറിവുകൾ അനുസരിച്ച് ആ പേപ്പറുകളൊക്കെ എഴുതാനായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം എത്തി. ആ റിസൾട്ട് വരുന്ന ദിവസവും അയാൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻപിലൂടെ ഉലാത്തുകയാണ്. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ വീണ്ടും ഒരു ശബ്ദം ഉയർന്നു കേട്ടു. ആൽബർട്ട് ഐൻസ്റ്റീൻ, താങ്കളെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വിളിക്കുന്നു, അയാളുടെ മുറിയിലേക്ക് പോവുക. ഐൻസ്റ്റീൻ വലിയ ഭയത്തോടു കൂടി തന്നെയാണ് അവിടേക്ക് നടന്നത്. ഇത് കിട്ടിയില്ല എങ്കിൽ തൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒരുപക്ഷെ അയാൾക്ക് അവസാനിപ്പിക്കേണ്ടി വരും. പ്രൊഫസർ ആകുന്നത് പോയിട്ട് ഒരു എഞ്ചിനീയർ ആകാൻ പോലും തനിക്ക് സാധിച്ചില്ല എന്ന് വരും. ഭയം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അയാൾ പ്രൊഫസർ വെബറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. വെബർ കണ്ടപ്പോൾ തന്നെ ഐൻസ്റ്റീനോട് പറഞ്ഞു, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മികച്ച മാർക്ക് ഫിസിക്സിലും മാത്സിലും കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ മാത്സിൽ ഇത്തവണ താൻ ഒന്നാമതല്ല, 2ാം സ്ഥാനത്താണ്. തന്നേക്കാൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിയുണ്ട്. അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും മാർക്ക് പോരാ. പൊളിറ്റിക്സ് അത് പാസ്സാകാൻ സാധിച്ചിട്ടുണ്ട്, ലിറ്ററേച്ചർ പാസ്സായിട്ടുണ്ട്, അതുപോലെ സുവോളജിയും ബോട്ടണിയും പാസ്സായിട്ടുണ്ട്. പിന്നെയുള്ള ഫ്രഞ്ചിലായിരുന്നു ഐൻസ്റ്റീൻ ഏറ്റവും കൂടുതൽ വീക്ക്. ആ ഫ്രഞ്ചിലും അയാൾ പാസ്സായിരിക്കുകയാണ്. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അയാൾക്ക് വിദ്യാഭ്യാസം ആരംഭിക്കാം. കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ തറക്കല്ല് അവിടെ ഇട്ടു തുടങ്ങാം. ഐൻസ്റ്റീന് വലിയ ആശ്വാസമാണ് ഉണ്ടായത്. അയാൾക്ക് അതിയായ സന്തോഷം തോന്നി. അയാളുടെ കോളേജ് വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ആദ്യത്തെ ദിവസം ആ ക്ലാസ് മുറിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് എന്തോ എഴുതുകയാണ്. ക്ലാസ്സിൽ മറ്റാരുമില്ല. ഐൻസ്റ്റീൻ കരുതിയത് താൻ വേറെ എവിടെയോ ആണ് എത്തപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ലിറ്ററേച്ചർ ക്ലാസ്സിലായിരിക്കാം. ആ കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പോളിടെക്നിക്കിൽ ഒരു സ്ത്രീ ആയിട്ടുള്ള വിദ്യാർത്ഥിയെ കാണുക വളരെ റെയറായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെന്തെങ്കിലും ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഫ്രഞ്ചോ ഒക്കെ പഠിക്കാൻ വേണ്ടിയായിരിക്കും അവിടെ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും ഫിസിക്സ്, മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സ്ത്രീകൾ എടുക്കാറില്ല. അതിനുള്ള ബുദ്ധിശക്തിയൊന്നും സ്ത്രീകൾക്കില്ല എന്നൊക്കെയാണ് ആ കാലഘട്ടത്തിൽ കരുതി പോന്നിരുന്നത്. അതുകൊണ്ട് താൻ തെറ്റായ ക്ലാസ്സിലാണ് എത്തിച്ചേർന്നതെന്നൊക്കെ കരുതി ഐൻസ്റ്റീൻ അവിടെ നിന്നും തിരികെ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇത് ആ വിദ്യാർത്ഥിനി കാണുന്നുണ്ട്. വിദ്യാർത്ഥിനി എന്താണ് ആവശ്യം, എന്താണ് ഇവിടെ എത്തിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
ഐൻസ്റ്റീൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്, സോറി, ഇതെൻ്റെ ക്ലാസ് അല്ല, എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്, ഞാൻ ആ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, ഇത് ഫിസിക്സ് ക്ലാസ് റൂം തന്നെയാണ്, ഇത് നിങ്ങളുടെ ക്ലാസ് തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാം, ക്ലാസ് അധികം വൈകാതെ തന്നെ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിന്നും പതിയെ എഴുന്നേറ്റ് മുൻപിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഐൻസ്റ്റീൻ ആ പെൺകുട്ടിയെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നടക്കുമ്പോൾ അല്പം മുടന്തുണ്ട്. ഒരു മുടന്തോടുകൂടി നടന്നാണ് ആ പെൺകുട്ടി മുൻപിലേക്ക് വരുന്നത്. ഐൻസ്റ്റീൻ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ താൻ ആ മുടന്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം പെൺകുട്ടി അറിയാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ മുഖം അവിടെ നിന്നും വെട്ടിത്തിരിക്കുന്നുമുണ്ട്. ആ സമയത്താണ് പ്രൊഫസർ വെബർ അവിടേക്ക് കടന്നു വരുന്നത്. പ്രൊഫസർ മിലേവയെ പരിചയപ്പെടുത്തുകയാണ് ആൽബർട്ട് ഐൻസ്റ്റീന്. മിലേവ മെറിച്ച്, ഇവരാണ് മാത്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച, നിങ്ങളെ 2ാം സ്ഥാനത്താക്കിയ ആ വിദ്യാർത്ഥി. ഐൻസ്റ്റീന് വലിയ രീതിയിലുള്ള ഒരു അസൂയ തോന്നുന്നുണ്ട്, അതിനുപരിയായിട്ട് ഒരു വലിയ ബഹുമാനവും തോന്നുന്നുണ്ട്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നും എന്തൊക്കെയോ വ്യത്യസ്തത ഈ ഒരു പെൺകുട്ടിക്കുണ്ട്. ഈ പെൺകുട്ടിക്ക് ഫിസിക്സ് അറിയാം, മാത്സ് തന്നെക്കാൾ മികച്ച രീതിയിൽ അറിയാം. മിലേവ മെറിച്ച്, ഈ പേര് ഓർത്തിരിക്കുക, ഈ കഥയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേര് തന്നെയാണ്. ആദ്യ ക്ലാസ് വെബറിൻ്റെ തന്നെയായിരുന്നു. വെബർ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് മിലേവ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ കാണുമായിരുന്നു. താൻ ഇതിനു മുൻപ് പഠിച്ച സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു പെൺകുട്ടി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഐൻസ്റ്റീൻ വളരെ അത്ഭുതത്തോടു കൂടി തന്നെ ആ പെൺകുട്ടിയെ നോക്കിക്കണ്ടു. പ്രൊഫസർ വെബർ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ തന്നെയും ഐൻസ്റ്റീൻ്റെ ശ്രദ്ധ ഈ പെൺകുട്ടിയിലായിരുന്നു. ഇത് പ്രൊഫസർ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട്. വെബറിനോട് ഇടയ്ക്കിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മിലേവയെ പിന്തുണച്ചുകൊണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഐൻസ്റ്റീനും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ ക്ലാസ്സൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമല്ല, നിലവിലുള്ള ചില ശാസ്ത്ര തിയറികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണെന്നൊക്കെ ആണ് വെബർ പറയുന്നത്. ആ ദിവസത്തെ ക്ലാസ്സിന് ശേഷം മിലേവയോട് സംസാരിക്കാനും പരിചയപ്പെടാനും ഐൻസ്റ്റീന് വലിയ താല്പര്യമായിരുന്നു. ഐൻസ്റ്റീൻ മിലേവയുടെ പിന്നാലെ ഓടിച്ചെന്നു, അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. എന്തൊക്കെയോ വിഷയങ്ങൾ പറഞ്ഞ് പരിചയപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷേ മിലേവ വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബോയ് ഫ്രണ്ടിനെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കണ്ടെത്താനോ വേണ്ടിയല്ല. ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്, ഒരു സയൻറ്റിസ്റ്റ് ആകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് മിലേവ രൂക്ഷമായിട്ട് പറഞ്ഞത്. ഐൻസ്റ്റീൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനു മുൻപും പലപ്പോഴായിട്ട് പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഐൻസ്റ്റീന് മറുപടി നൽകുക. എന്നാൽ ഇവിടെ വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഐൻസ്റ്റീന് ലഭ്യമായിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ളൊരു പെൺകുട്ടിയാണ് തനിക്ക് ഒട്ടും തന്നെ മനസ്സിലാകുന്നില്ല. ഇനി ഇവൾ പെൺകുട്ടി തന്നെയാണോ അതോ മറ്റേതെങ്കിലും വിചിത്ര ലോകത്തു നിന്നും എത്തിച്ചേർന്ന ഒരു അന്യഗ്രഹ ജീവിയാണോ? ഐൻസ്റ്റീൻ ആ രീതിയിലൊക്കെ ചിന്തിച്ചു പോയി. കാരണം മിലേവ അവിടെ ഒന്നും ഉണ്ടായിരുന്ന ഒരു സാധാരണ സ്ത്രീയല്ല, അത് ഒരു വിചിത്രമായിട്ടുള്ള അതിബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അങ്ങനെ ഒരു വർഷക്കാലം കടന്നുപോയി. 1897 വർഷം. ഒരു വസന്തകാലമാണ്. മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞു. സൂര്യൻ്റെ പ്രകാശം നല്ല രീതിയിൽ അവിടെ പതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളെ അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചെടികളൊക്കെ പൂവിടുന്നുണ്ട്, കായ്ക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ആ മനോഹരമായ അന്തരീക്ഷത്തിൽ സൂറിച്ച് പോളിടെക്നിക്കിൽ മനോഹരമായിട്ടുള്ള ഒരു വയലിൻ സംഗീതം നമുക്ക് കേൾക്കാം. ആ സമയത്ത് മിലേവ ഒരു പരീക്ഷണത്തിലാണ്. കുണ്ടറ്റ് ട്യൂബ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് താപം അനുസരിച്ച് എങ്ങനെയാണ് ശബ്ദത്തിൻ്റെ വേഗത പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് മിലേവ. എങ്ങനെയാണ് അത് കണ്ടെത്തേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ അവളുടെ പക്കലുണ്ട്. പക്ഷേ മനോഹരമായിട്ടുള്ള ഈ വയലിൻ സംഗീതം അവളെ അസ്വസ്ഥയാക്കുന്നുണ്ട്. ആരാണ് ഈ ലാബിലിരുന്ന് ഇത്തരത്തിൽ വയലിൻ വായിക്കുന്നത്? അങ്ങനെ വയലിൻ വായിക്കേണ്ട ഒരു സ്ഥലമല്ലിത്. പക്ഷേ മനോഹരമായിട്ടുള്ള സംഗീതമാണ് തൻ്റെ ചെവിയിലേക്ക് എത്തിച്ചേരുന്നത്. അത് ആരാണ് സൃഷ്ടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ അവിടെ ഒന്ന് പരതി നോക്കി. അവിടെയുള്ള പല ക്യാബിനിലും കയറി നോക്കിയപ്പോൾ ഒരു ക്യാബിനിൽ തനിക്ക് സുപരിചിതനായിട്ടുള്ള ആ വ്യക്തിയുടെ മുഖം കണ്ടു. അത് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുൻപിലും ഒരു കുണ്ടറ്റ് ട്യൂബുണ്ട്.
ആ ട്യൂബിനെ നോക്കിക്കൊണ്ട് തന്നെ വയലിൻ വായിക്കുകയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. പോളിടെക്നിക്കിലെ ആദ്യത്തെ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം ഇപ്പോഴാണ് അവർ വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ കണ്ണോട് കണ്ണ് നോക്കുന്നത് തന്നെ ഇപ്പോഴാണെന്ന് പറയേണ്ടി വരും. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ അന്നത്തെ ആ ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. വീണ്ടും അത് ആവർത്തിക്കുമോ എന്നുള്ള ഭയത്താൽ അവളോട് സംസാരിക്കാൻ കൂട്ടാക്കാറില്ല. അവളാണെങ്കിൽ ആരെയും ശ്രദ്ധിക്കാറില്ല. അവളുടെ എപ്പോഴുമുള്ള ശ്രദ്ധ പഠനത്തിൽ മാത്രമാണ്. മെലേവ ഐൻസ്റ്റീനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വയലിൻ വായിക്കുന്നത്? ഇവിടെ പരീക്ഷണം നടത്താനുള്ളതല്ലേ? ഈ ലാബ് അതിനുവേണ്ടി സജ്ജീകരിച്ചതല്ലേ എന്നൊക്കെ അവൾ ചോദിച്ചു. ഞാനിവിടെ ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. എൻ്റെ വയലിൻ്റെ സംഗീതം എത്രമാത്രം വേഗതയിലാണ് പോകുന്നതെന്ന് ഈ കുണ്ടറ്റ് ട്യൂബ് ഉപയോഗിച്ച് ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പോൾ മെലേവ പറഞ്ഞു, ഇങ്ങനെയല്ല എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് പ്രൊഫസർ തന്നിട്ടുണ്ട്. ആ സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സയൻസ് അങ്ങനെ കൃത്യമായിട്ട് സ്റ്റെപ്പുകളിലൂടെ മാത്രം ചെയ്യേണ്ടതല്ല. ആരും പോയിട്ടില്ലാത്ത വഴികളിലൂടെ കൂടി നമ്മൾ പോകേണ്ടതാണ്. ആരും ചെയ്തിട്ടില്ലാത്ത സ്റ്റെപ്പുകൾ കൂടി ചെയ്തിട്ട് അതിലൂടെ എന്ത് റിസൾട്ടാണ് കിട്ടുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സയൻസ് അങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നൊക്കെ ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. മെലേവയ്ക്ക് അത് കേട്ടപ്പോൾ ശരിയാണെന്നും തോന്നി. പക്ഷേ ഇത് ലാബാണ്, ഞങ്ങൾക്കിവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് ശ്രദ്ധയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലാബിൽ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് മെലേവ അവിടുന്ന് പോവുകയാണ്. ഐൻസ്റ്റീൻ പിന്നീട് ആ ഇൻസ്ട്രുമെൻ്റ് മാറ്റി വയ്ക്കുന്നുമുണ്ട്. ഐൻസ്റ്റീന് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളും പ്രൊസീജിയറും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല എന്നുള്ളൊരു തോന്നലാണ് ഐൻസ്റ്റീൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ആ സ്റ്റെപ്പ് ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ സ്റ്റെപ്പുകൾ മാറ്റി പരീക്ഷിക്കുന്നതിനിടയിൽ ആ ട്യൂബ് തന്നെ പൊട്ടിത്തെറിച്ച് അതിൻ്റെ ചില ചീളുകൾ ഐൻസ്റ്റീൻ്റെ കയ്യിൽ കൊണ്ട് കയറുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാണ് സൂറിച്ച് പോളിടെക്നിക്കിൽ സൃഷ്ടിക്കുന്നത്. അധ്യാപകർക്ക് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പരാതി ഐൻസ്റ്റീൻ്റെ മേലുണ്ട്. കാരണം ക്ലാസ്സുകൾ എടുക്കാൻ ഐൻസ്റ്റീൻ സമ്മതിക്കുന്നില്ല. എന്തിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്താലും ഐൻസ്റ്റീൻ അതിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ചോദിച്ച് ഈ പ്രൊഫസർമാരെയൊക്കെ ഐൻസ്റ്റീൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. ഈ പ്രൊഫസർമാരെല്ലാവരും കൂടി ചേർന്ന് പ്രൊഫസറായിട്ടുള്ള അല്ലെങ്കിൽ ഹെഡായിട്ടുള്ള വെബറിനെ പോയി കാണുന്നുണ്ട്. വെബറിനോട് പരാതി പറഞ്ഞു, ഐൻസ്റ്റീനെ ഇവിടുന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയോ ചെയ്യണം. ഇപ്പോൾ വിലപിടിപ്പുള്ള പല എക്യുപ്മെൻറ്റും അയാൾ ലാബിൽ നശിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പക്ഷേ വെബറിന് പറയാനുണ്ടായിരുന്നത് ഐൻസ്റ്റീൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ചാണ്. ഐൻസ്റ്റീൻ ഒരു കൊച്ചുകുട്ടിയാണ്. പക്ഷേ അത്രയും ചെറിയ പ്രായത്തിൽ അയാൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ അയാളുടെ അറിവ് അത് അപാരമാണ്. നമുക്കൊന്നും ആ പ്രായത്തിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര ബുദ്ധി ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സൂറിച്ച് പോളിടെക്നിക്കിനെ സംബന്ധിച്ചിടത്തോളം ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി വളരെ വിലപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. സൂറിച്ചിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്താൻ ഈ ഒരു വിദ്യാർത്ഥിക്ക് സാധ്യമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ഈ വിദ്യാർത്ഥിയെ പുറത്താക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കാം, അവനോട് കാര്യങ്ങൾ ധരിപ്പിക്കാം, ഇനിയും അവൻ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല, ഞാൻ അതിന് ഉറപ്പ് തരുന്നു എന്നാണ് വെബർ അവരോട് പറയുന്നത്. അടുത്ത ദിവസം ഐൻസ്റ്റീൻ സൂറിച്ച് പോളിടെക്നിക്കിലെ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കുക എന്നൊന്നുമല്ല അയാളുടെ ലക്ഷ്യം. കാരണം അവിടേക്ക് ഒരു വ്യക്തി കടന്നു പോകുന്നത് ഐൻസ്റ്റീൻ കണ്ടിരുന്നു. മെലേവ മെറിക്കാണ് അകത്തേക്ക് കടന്നു പോയത്. കഴിഞ്ഞ ദിവസം തന്നോട് സംസാരിച്ച മെലേവ. ഒരു വർഷത്തിന് ശേഷമാണ് മെലേവ തന്നോട് സംസാരിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു നിമിഷമായിട്ടാണ് ഐൻസ്റ്റീന് തോന്നിയത്. കാരണം ഇത്രയും ബുദ്ധിമതിയായിട്ടുള്ള ഫിസിക്സിലും മാത്സിലും ഇത്രയധികം ജ്ഞാനമുള്ള ഒരു വ്യക്തി, അതും ഒരു പെൺകുട്ടി, അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയെ ഐൻസ്റ്റീൻ ഇതിനു മുൻപൊന്നും കണ്ടിരുന്നില്ല. ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നത് ഐൻസ്റ്റീന് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ മെലേവ നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ ലൈബ്രറിയിൽ ഐൻസ്റ്റീൻ എത്തിച്ചേരുന്നുണ്ട്. അവിടെ മെലേവ ഒരു പുസ്തകം എടുക്കുന്നത് ഐൻസ്റ്റീൻ കാണുന്നുമുണ്ട്. അപ്പോൾ ഒരു സംസാരം ആരംഭിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മെലേവയോട് പറയുകയാണ്, ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച പുസ്തകമാണ്, ആ പുസ്തകം എനിക്ക് തരുമോ എന്ന്. തനിക്ക് പ്രിയപ്പെട്ടൊരു പുസ്തകമാണ്, ഇത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, അതുകൊണ്ട് ഇത് തരാൻ സാധിക്കുകയില്ല എന്നായിരുന്നു മെലേവയുടെ മറുപടി. എന്നാൽ എനിക്ക് ആ പുസ്തകം തരേണ്ട ആവശ്യമില്ല, മെലേവ വായിച്ചോളൂ. പക്ഷേ മെലേവ അത് വായിക്കുന്നത് സ്വയം അറിവ് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കരുത്, എനിക്കിവിടെ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആ പുസ്തകം വായിക്കാൻ ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഇവരുടെ ഇടയിലേക്ക് വെബർ കടന്നു വരികയാണ്.
വെബർ ഐൻസ്റ്റീനോട് എത്രയും പെട്ടെന്ന് ലൈബ്രറിയുടെ വെളിയിലേക്ക് വാ, എനിക്ക് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഐൻസ്റ്റീൻ അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഞാനിവിടെ മെലേവയുമായിട്ടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ. പ്രൊഫസർ വെബറിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് പോവാ, വളരെ സീരിയസ് ആണ്, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു. ഐൻസ്റ്റീൻ അവിടെ നിന്ന് ഓടി വെബറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഈ സംസാരവും രീതിയൊക്കെ കണ്ടപ്പോൾ മെലേവയ്ക്ക് ഒരു ചിരി വരികയുണ്ടായി. മെലേവ അത് ഒളിപ്പിച്ച് വയ്ക്കാതെ അല്പം നാണത്തോടുകൂടി തന്നെ ചിരിക്കുകയും ചെയ്തു. വെബർ അത് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തു. വെബർ തൻ്റെ ചിരി ഇങ്ങനെ കാണുന്നത് മനസ്സിലാക്കിയ മെലേവയ്ക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ് തോന്നിയത്. കാരണം ആ യൂണിവേഴ്സിറ്റിയിൽ സ്ത്രീകൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. മറ്റു സർവകലാശാലയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അഡ്മിഷൻ കിട്ടുകയില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ മോഡേണായിട്ടുള്ള ഒരു പോളിടെക്നിക്കാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. മെലേവയ്ക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ സമയത്ത് വെബർ പ്രത്യേകമായിട്ട് മെലേവയോട് പറഞ്ഞിരുന്നു, ഒരുപാട് ആണുങ്ങളുള്ള ഒരു സർവകലാശാലയാണ്, ക്ലാസ് റൂമിൽ മുഴുവനും ആണുങ്ങൾ തന്നെ ആയിരിക്കും, അവർക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്, അവരുടെ ക്ലാസ്സിലുള്ള ശ്രദ്ധയെ നിങ്ങൾ ഇല്ലാതെ ആക്കരുത്, അതുകൊണ്ട് തന്നെ എല്ലാം ഗൗരവത്തോടു കൂടി തന്നെ വേണം ചെയ്യാൻ. ഈ നിർദ്ദേശങ്ങളാണ് മെലേവയിലേക്ക് എത്തിച്ചേർന്നത്. താൻ തെറ്റായിട്ടുള്ള എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് വെബർ മനസ്സിലാക്കുമോ, ആ കാരണത്താൽ തന്നെ ഈ സർവകലാശാലയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമോ എന്നുള്ള ഭയം അവളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. വെബർ പെട്ടെന്ന് തന്നെ ഐൻസ്റ്റീനോടൊപ്പം ആ ഒരു ലൈബ്രറിക്ക് വെളിയിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പ്രൊഫസേഴ്സ് പറഞ്ഞിട്ടുള്ള കംപ്ലയിൻറ്റുകൾ ഐൻസ്റ്റീനോട് പറയുന്നുണ്ട്. അവർക്ക് പ്രശ്നം ഉണ്ടാക്കരുത്, അവർ പറയുന്ന പ്രൊസീജിയേഴ്സ് അത് അതേപടി ഫോളോ ചെയ്യുക, അങ്ങനെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രൊഫസറാകാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതിനോടൊപ്പം തന്നെ മെലേവയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുക. അപ്പോൾ മെലേവ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടതേ ഉള്ളൂ, ഞാൻ ചില സംശയങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു, പ്രത്യേകിച്ചും ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. പക്ഷേ വെബർ മറുപടിയായിട്ട് പറയുന്നത്, എനിക്ക് നിന്നെ മനസ്സിലാക്കാം, കാരണം ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്, പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിൽ അത് വേണ്ട, നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം, അതായിരിക്കും നിനക്കും ഈ പോളിടെക്നിക്കിനും അവൾക്കും നല്ലത് എന്നുള്ള ഒരു സൂചന ശക്തമായിട്ട് തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ദിവസം രാത്രി മെലേവയ്ക്ക് ശരിക്കും ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവൾ കയ്യിൽ ആ പുസ്തകവുമായിട്ട് കിടക്കുകയാണ്. ആ പുസ്തകത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപമുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുഖം. അയാൾ അവസാനമായി പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ ഒരു എക്കോ പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം വായിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രം ആയിരിക്കരുത്, അത് അവന് കൂടി വേണ്ടി ആയിരിക്കണം. അവന് കേൾക്കാൻ സാധിക്കുന്ന രീതിയിൽ അവൾ ആ പുസ്തകം വായിച്ചു കൊടുക്കണം. അത് കേൾക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിരിയുകയും ഒരു ചിരി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെയായി. അന്ന് രാവിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ഏകദേശം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ അവൾ ആ പുസ്തകവുമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ റൂമിൻ്റെ കതകിൽ മുട്ടുന്ന സമയത്തൊക്കെ അവൾക്ക് അല്പസ്വല്പം നാണമൊക്കെ ഉണ്ട്. മെലേവയെ സംബന്ധിച്ചിടത്തോളം ആ നാണം അങ്ങനെ ഉണ്ടാകാറുള്ള ഒരു നാണമൊന്നുമല്ല. ഇപ്പോൾ ഐൻസ്റ്റീനുമായിട്ടുള്ള ഈ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു വികാരം തന്നെ അവൾ ഉണ്ടാകുന്നത്. അല്പനേരം ഡോറുകൾ മുട്ടിയപ്പോൾ തന്നെ ഐൻസ്റ്റീൻ്റെ സഹമുറിയൻ വാതിൽ തുറക്കുന്നുണ്ട്. ഐൻസ്റ്റീൻ ഇവിടെ ഇല്ല, മറിയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നുള്ള മറുപടിയാണ് ആ സഹമുറിയനിൽ നിന്നും അവൾക്ക് കിട്ടിയത്. ആരാണ് ഈ മറിയെ എന്ന് ചോദിച്ചപ്പോൾ ഐൻസ്റ്റീൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്നുള്ള മറുപടിയാണ് ആ വ്യക്തിയിൽ നിന്നും അവൾക്ക് കേൾക്കാൻ സാധിച്ചത്. അത് അവൾക്ക് സഹിക്കാൻ സാധിക്കുന്ന ഒരു മറുപടി ആയിരുന്നില്ല. കുറേയധികം പ്രതീക്ഷകൾ കുറച്ച് മണിക്കൂറുകളായിട്ട് അവളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ ആ പ്രതീക്ഷകൾ മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള പ്രതീക്ഷകൾ അവൾക്കുണ്ടായിരുന്നില്ല. ആ പ്രതീക്ഷകളൊക്കെ തന്നെയും അവളുടെ ശരീരത്തിൽ നിന്നും നിമിഷ നേരം കൊണ്ട് തന്നെ ഒഴുകി പോകുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. ഈ പുസ്തകം ഐൻസ്റ്റീന് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ഇതേ സമയം ഐൻസ്റ്റീൻ യാക്കോബ് എന്ന അങ്കിളിനോടൊപ്പമായിരുന്നു. കാരണം അന്ന് മറിയയുടെ ബർത്ത്ഡേ ആണ്. ആ പിറന്നാൾ ആഘോഷത്തിൽ ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് ഐൻസ്റ്റീൻ അവിടെ ഉണ്ട്. അന്നത്തെ അത്താഴത്തിന് ശേഷം അവർ രണ്ടുപേരും അല്പസ്വല്പം നടക്കാനായിട്ട് തന്നെ തീരുമാനിച്ചു. അവർ തെരുവിലൂടെ നടക്കുകയാണ്. ഐൻസ്റ്റീന് പറയാനുണ്ടായിരുന്നത് മുഴുവനും സൂറിച്ചിലെ വിശേഷങ്ങളാണ്.
അവിടെ താൻ പഠിച്ചിട്ടുള്ള ഫിസിക്സിനെക്കുറിച്ചും മാത്സിനെക്കുറിച്ചുമൊക്കെ വാചാലനാകാൻ തുടങ്ങി. പക്ഷേ അവൾക്കതൊന്നും കേൾക്കണ്ടായിരുന്നു. അവൾക്ക് അതിനോടൊന്നും ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് തുറന്നു പറയാൻ അവൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അത് ഐൻസ്റ്റീനെ വലിയ രീതിയിൽ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. താൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താൻ ഇനിയും ജീവിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഫിസിക്സിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല, ശാസ്ത്രത്തോട് ഒട്ടും തന്നെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയല്ല. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ കൂടെ എങ്ങനെയാണ് ഇനിയുള്ള കാലം ജീവിക്കാൻ സാധിക്കുന്നത്? തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ശാസ്ത്രമാണ്, ഫിസിക്സാണ്. പല ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. തനിക്ക് തൻ്റെ മനസ്സിലേക്ക് എത്തിച്ചേരുന്ന പല ആശയങ്ങളെയും വെളിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് പലരോടും വിവരിച്ചു കൊടുക്കുന്നത് ഐൻസ്റ്റീന് ഒരു പ്രത്യേക ആനന്ദം തന്നെയാണ്. പക്ഷേ അത് കേൾക്കാൻ മറിയയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷേ അവൾക്ക് വലിയ രീതിയിലുള്ള പ്രണയമാണ് ഐൻസ്റ്റീനോട്. ഐൻസ്റ്റീനും ഇത്തരത്തിലുള്ളൊരു പ്രണയമുണ്ട്. പക്ഷേ തൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഈ പ്രണയം ഒരു അപകടമാണെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അപ്പോഴൊന്നും അയാളൊന്നും അവളോട് പറയുന്നില്ല. തൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അകൽച്ച തുറന്നു കാണിക്കാനുള്ള വിമുഖത ഐൻസ്റ്റീൻ കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം തിരികെ സൂറിച്ച് പോളിടെക്നിക്കിൽ എത്തിച്ചേരുമ്പോൾ സഹമുറിയനാണ് ആ ഒരു പുസ്തകം ഐൻസ്റ്റീന് കൊടുക്കുന്നത്. മെലേവ കൊണ്ടു തന്ന പുസ്തകമാണെന്ന് പറഞ്ഞപ്പോൾ ഐൻസ്റ്റീൻ്റെ മുഖത്ത് തനിയെ ഒരു പുഞ്ചിരി ഉണ്ടായി. അത് മെലേവയോടുള്ള പ്രണയത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. പക്ഷേ അത് പ്രണയമാണെന്ന് അപ്പോഴൊന്നും ഐൻസ്റ്റീന് മനസ്സിലാകുന്നില്ല. മറി തന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ അകന്നു പോകുന്നതല്ല, ഐൻസ്റ്റീൻ്റെ മനസ്സ് അവളിൽ നിന്നും അകന്നു പോകുന്നതാണ്. പക്ഷേ ആ മനസ്സ് തനിയെ മെലേവയിലേക്ക് തിരിയുന്നുമുണ്ട്. ഐൻസ്റ്റീന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അയാളുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ശാസ്ത്രത്തെക്കുറിച്ചുള്ള വലിയ ജ്ഞാനമുണ്ട്. പക്ഷേ അയാൾക്ക് അയാളുടെ മനസ്സിനെക്കുറിച്ചുള്ള ജ്ഞാനം ഈ ഒരു സമയത്ത് കുറവാണെന്ന് നമുക്ക് ചിന്തിക്കാം. അത് ഐൻസ്റ്റീനും ബോധ്യമാകുന്നുണ്ട്. മെലേവയെ കാണണമെന്നുള്ള ആഗ്രഹം അയാളിലേക്ക് വ്യാപിക്കുകയാണ്. അന്ന് രാത്രിയിൽ തന്നെ മെലേവയെ കാണാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. മെലേവ താമസിക്കുന്ന മുറിയിൽ വരെ എത്തിച്ചേരേണ്ടി വന്നില്ല. അവൾ വെളിയിലുണ്ടായിരുന്നു. മറ്റാരും പരിസരത്തില്ല എന്ന് കണ്ടപ്പോൾ മെലേവയുടെ അടുത്തേക്ക് തന്നെ ഐൻസ്റ്റീൻ എത്തിച്ചേരുന്നുണ്ട്. ഐൻസ്റ്റീൻ അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുമുണ്ട്. സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു സ്പർശം ശരിക്കും മെലേവയ്ക്ക് ഒരു ഷോക്ക് ഏറ്റതുപോലെ ആയിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു പേര് ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു, മറി. മറി വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. ഈ വ്യക്തി ഒരിക്കലും തൻ്റെ അല്ല. തൻ്റെ സ്വപ്നങ്ങൾക്ക് ഇവിടെ വിലയില്ല. പക്ഷേ എന്തിനാണ് ഈ വ്യക്തി എൻ്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്നത്? അവൾ പെട്ടെന്ന് തന്നെ ഐൻസ്റ്റീൻ്റെ കൈ അവളുടെ കയ്യിൽ നിന്നും വിടുവിപ്പിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പേര് അത് വെളിയിലേക്ക് തന്നെ വരികയുണ്ടായി. മറിയയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, അവളെ വിവാഹം ചെയ്യാൻ പോവുകയാണല്ലേ. അപ്പോൾ ഐൻസ്റ്റീൻ്റെ മറുപടി, മറി ഇല്ല, ഇനി മെലീവ മാത്രമാണ് ഉള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് മെലീവയെ അയാൾ ചുംബിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അയാളെ തട്ടിമാറ്റി മെലീവ അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ അയാളുടെ മനസ്സ് മുഴുവനും മെലീവയായിരുന്നു. ക്ലാസ് മുറിയിൽ മെലീവയെ കാണുന്നതായിരുന്നു അയാളുടെ മനസ്സിൽ. മെലീവ സംശയങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചു നോക്കി. അവളോടൊപ്പം തന്നെ ചേർന്ന് പ്രൊഫസറിനോട് അതേ രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നതായിട്ട് ഐൻസ്റ്റീനും ചിന്തിച്ചു. പക്ഷേ ക്ലാസ് മുറിയിൽ അന്ന് അവൾ ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അവളെ കാണാൻ സാധിക്കുമായിരുന്നില്ല. എല്ലാ ദിവസവും പ്രതീക്ഷയോടുകൂടി തന്നെ അവൻ ആ ക്ലാസ് മുറിയിലേക്ക് വരും. മെലീവ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ആർക്കും തന്നെ അറിയുകയില്ല. പക്ഷേ ഇതറിയാവുന്ന ഒരാളുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഹെഡായിട്ടുള്ള പ്രൊഫസർ വെബർ. എങ്ങനെയാണ് പ്രൊഫസറിനോട് മെലീവയെക്കുറിച്ച് ചോദിക്കുക? മെലീവയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ് പ്രൊഫസർ വെബർ പറഞ്ഞിരിക്കുന്നത്. ആ വെബറിനോട് തന്നെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മോശമായിട്ട് ചിന്തിക്കുകയില്ലേ? പക്ഷേ ഐൻസ്റ്റീന് ചോദിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അയാൾ പ്രൊഫസർ വെബറിനോട് തന്നെ പോയി ചോദിച്ചു, എന്തുകൊണ്ടാണ് മെലീവ ഇപ്പോൾ വരാത്തത്? മെലീവ ഇനി ഒരിക്കലും ഇങ്ങോട്ട് മടങ്ങി വരികയില്ല. അവൾ ഇവിടുത്തെ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവൾ ഹൈഡൽബർഗ് സർവകലാശാലയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ അവൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, അവളുടെ കാര്യത്തിൽ നീ ഇടപെടരുത്. അത് നിന്നെയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അവളെയും ബാധിക്കുന്നതാണെന്ന് പലപ്പോഴായിട്ട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നീ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഐൻസ്റ്റീൻ പറഞ്ഞു, എനിക്ക് അവളുമായിട്ട് അത്തരത്തിലുള്ള ഒരു ബന്ധവുമില്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല. അവളെ ക്ലാസ്സിൽ കണ്ടില്ല. പിന്നെ അവളുടെ ഒരു പുസ്തകം എൻ്റെ പക്കലുണ്ട്.
അവൾ വായിക്കാനായിട്ട് തന്നതാണ്, അത് തിരികെ കൊടുക്കണം, അതിനുവേണ്ടി മാത്രം ചോദിച്ചതാണെന്നാണ് ഐൻസ്റ്റീൻ്റെ മറുപടി വന്നത്. പക്ഷേ അതിനുവേണ്ടിയൊന്നും ആയിരുന്നില്ല. ഐൻസ്റ്റീൻ്റെ ഉള്ളിൽ പ്രണയമായിരുന്നു, കറതീർന്ന പ്രണയമായിരുന്നു. ഹൈഡൽബർഗിൽ എത്തിച്ചേർന്നു എന്നുള്ള വാർത്ത കേട്ടതോടുകൂടി അയാൾ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് അവളുടെ പേരിൽ ഒരു കത്തെഴുതുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ നിന്നും പോയത്, അവിടെ എന്തൊക്കെ വിശേഷങ്ങളുണ്ട്, അവിടെ എന്തൊക്കെയാണ് പഠിക്കാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ കത്ത് അവളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണ്. അന്ന് അവിടെ ക്ലാസ് എടുക്കുന്നത് ലെനേർഡ് എന്ന ഒരു പ്രൊഫസറാണ്. ഈ പേര് വളരെയധികം പ്രാധാന്യമുള്ളൊരു പേരാണ്. ഇനി പലപ്പോഴായിട്ട് ഈ പേര് വന്നു പോകുന്നതാണ്. നിങ്ങൾ ആ പേര് ഒന്ന് ഓർത്തു വെച്ചേക്കുക. അവളും ഐൻസ്റ്റീനും പലപ്പോഴായിട്ട് പ്രൊഫസർ വെബറിനോട് ചോദിച്ചിട്ടുള്ള പല സംശയങ്ങളുടെയും ഉത്തരങ്ങൾ ഇവിടെ പകർന്നു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തെർമോഡൈനാമിക്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വെബർ എടുക്കുമായിരുന്നു. അതിൽ ഇവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു പദാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആ പദാർത്ഥത്തിലുള്ള മോളിക്യൂൾസ് സഞ്ചരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സഞ്ചാരത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് കൈനറ്റിക് എനർജിയെ നമുക്ക് ഉൾപ്പെടുത്തിക്കൂടാ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് നിശ്ചലാവസ്ഥയിലല്ലാത്ത വസ്തുക്കൾ, ആ വസ്തുക്കൾക്കുണ്ടായിരിക്കുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി. ആ കാലഘട്ടത്തിൽ മോളിക്യൂൾസിലേക്ക് ഈ എനർജിയെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല? അങ്ങനെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള സംശയങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ തന്നെ മെലേവയും വെബറിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ വെബർ പറയുന്നത് തെർമോഡൈനാമിക്സ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സയൻസാണ്. അപ്പോൾ ആ സയൻസിൽ ഇനി വേറൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്താണോ ഉള്ളത് അത് സയൻസാണ്, അത് അതേപടി തുടരുക, അതിൽ തെറ്റൊന്നുമില്ല എന്നായിരുന്നു വെബറിൻ്റെ വാദം. പക്ഷേ ലെനേർഡ് തൻ്റെ ക്ലാസ്സിൽ പറയുന്നത് ആ സയൻസിനെ അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ്. കൈനറ്റിക് എനർജിയെ അയാൾ അവിടേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടുത്തെ മാസ്മരികത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശക്തമായിട്ടുള്ള വേഗതയിലാണ് അപ്പോൾ ഈ മോളിക്യൂൾസ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ മോളിക്യൂൾസ് ഒരു മുടിനാരിൻ്റെ 100-1 അംശം പോലും മാറുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിനെക്കുറിച്ച് കേൾക്കുക, ഇതിനെക്കുറിച്ച് അറിയുക, ഇതൊക്കെ തന്നെയായിരുന്നു മെലേവയ്ക്കും ഐൻസ്റ്റീനും വളരെ പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ലെനേർഡിൻ്റെ ഈ ക്ലാസ്സിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മെലേവ ഐൻസ്റ്റീന് കത്തിലൂടെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഐൻസ്റ്റീൻ അത് വളരെയധികം താല്പര്യമുണ്ടാക്കി. അതിന് മറുപടിയായിട്ട് പല ചോദ്യങ്ങളും മെലേവയോട് ചോദിക്കുന്നുണ്ട്. മെലേവ അതിൻ്റെ ഉത്തരങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ കത്തിടപാടുകൾ ധാരാളമായി നടക്കുന്നുമുണ്ട്. ഒരിക്കൽ വെബർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ, തെർമോഡൈനാമിക്സിൻ്റെ തന്നെ ക്ലാസ്സാണ്, അപ്പോൾ ആ ക്ലാസ്സിനിടയിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇടപെടുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ അവിടെ കൈനറ്റിക് എനർജി ഉപയോഗിക്കുന്ന സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വെബർ ക്ലാസ്സിന് ശേഷം ഐൻസ്റ്റീനോട് തന്നെ നേരിൽ വന്ന് കാണാൻ ആജ്ഞാപിക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ എത്തിച്ചേരുമ്പോൾ വെബർ ചോദിക്കുന്നത്, ഈ തെറ്റായിട്ടുള്ള തിയറി നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് ഗവേഷകനാണ് നിങ്ങളുടെ ബുദ്ധിയിൽ ഇത് കുത്തിവെച്ചിരിക്കുന്നത്? അത് അപ്പാടെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മെലേവ അയച്ചു തന്ന കത്തുകളെക്കുറിച്ചും അതിലൂടെ ലെനേർഡിൻ്റെ ആ അറിവിനെക്കുറിച്ചും ലെനേർഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറയുന്നത്. പക്ഷേ ഇത് വെബറിനൊട്ടും സഹിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഈ തിയറികൾ ശാസ്ത്രലോകത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊന്നും മാറ്റം വരുത്തേണ്ട കാര്യമല്ല, ഇതൊക്കെ സത്യമാണ്. ഇത് നമ്മൾ പഠിക്കുക മാത്രം ചെയ്താൽ മതി. ഇതിൽ അഴിച്ചുപണിയോ അല്ലെങ്കിൽ ഇതിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്കൊന്നും പോകാതെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക എന്നുള്ള ഒരു ഉപദേശമാണ് വെബർ ഐൻസ്റ്റീന് കൊടുക്കുന്നത്. ഇതേസമയം ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെലേവയ്ക്ക് അവിടെ നിന്നും ഒരു ഡിഗ്രി ഒന്നും കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു അതോറിറ്റിയുടെ അനുമതി ഉണ്ടെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും. അതിനുവേണ്ടി അവിടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈഡൽബർഗ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ ആ കാലഘട്ടത്തിലെ നിയമങ്ങൾ അനുസരിച്ച് സ്ത്രീകൾക്ക് ഒരു കാരണവശാലും വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുന്നതല്ല. അവർക്ക് സ്കൂൾ തലത്തിൽ പഠിക്കാം, പക്ഷേ അവർക്ക് കോളേജ് തലത്തിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമായിരുന്നില്ല.
മെലേവ ലെനോർഡിനോട് പോയി സംസാരിച്ചപ്പോഴും ഇത്തരത്തിലുള്ളൊരു മറുപടിയാണ് കിട്ടിയത്. ഇവിടെ എത്ര നാൾ തുടർന്നാലും നിങ്ങൾക്കൊരു ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കത്തില്ല. കാരണം ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഡിഗ്രി വേണം, നിങ്ങൾക്ക് PhD വേണം, സയൻറ്റിസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ നേരെ ആ സൂറിച്ച് സർവകലാശാലയിലേക്ക് പോവുക. അത് കുറേ കൂടെ മോഡേൺ ആണ്, അത് ജർമ്മനിയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്നും ഡിഗ്രിയുമായിട്ട് ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ കീഴിൽ ഒരു റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് നിയമിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് PhD ചെയ്യാനും സാധിക്കുമെന്നുള്ള ഉറപ്പ് ലെനോർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് തിരികെ സൂറിച്ചിലേക്ക് പോകാൻ സാധിക്കുകയില്ല. കാരണം അവൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം, ഇനി തനിക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാൻ സാധിക്കുകയില്ല. കണ്ടാൽ അത് അപകടമാണ്. കാരണം അവളുടെ ഉള്ളിൽ പ്രണയം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ പ്രണയം അവൾക്കിനിയും ഒരിക്കലും അവഗണിക്കാൻ സാധിക്കുകയില്ല. അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് ഐൻസ്റ്റീനിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ വേറെ എവിടെ പോയാലും അവൾക്ക് ഡിഗ്രി കിട്ടുകയില്ല. ഡിഗ്രി കിട്ടണമെങ്കിൽ പഴയ സൂറിച്ച് പോളിടെക്നിക്കിലേക്ക് മടങ്ങിപ്പോകണം. അവിടെയാണെങ്കിൽ തന്നെ കാത്ത് ഒരാൾ ഇരിപ്പുണ്ട്, താൻ പ്രണയിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവൾക്ക് പ്രണയിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. രണ്ടും കൽപ്പിച്ച് അവൾ സൂറിച്ച് സർവകലാശാലയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം ചരിത്രമാണ്. ഐൻസ്റ്റീൻ്റെ കണ്ടെത്തലുകൾക്ക് താക്കോലായി മാറുന്ന പല പ്രതിഭാസങ്ങളുമാണ്. അടുത്ത എപ്പിസോഡിൽ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി തന്നെ കടക്കാം.